ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ നാളത്തെ പുതിയ എപ്പിസോഡിലേക്ക്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഇവിടെ നല്ല ചൂരലിരിപ്പുണ്ടോ, വള്ളിച്ചൂരൽ എന്നിങ്ങനെ സർല ചോദിക്കുകയാണ് ലിഡിയ പോളിനോട്. അന്നേരം ലിഡിയ പോൾ ഇങ്ങനെ മനസ്സിലാവാതെ ഇരിക്കുമ്പോൾ ഇവളുടെ പരാതിയൊക്കെ ഞാൻ ആദ്യം കേട്ടിട്ടുള്ളത് ഇവളുടെ ഹോസ്റ്റലിൽ നിന്നും കോളേജിൽ നിന്നുമൊക്കെയാണ്. ഹോസ്റ്റലിൻ്റെയും കോളേജിൻ്റെയും മതിൽ ചാടിയെന്നും ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് കാണാൻ പോയി എന്നൊക്കെയാണ്. അവിടെയൊക്കെ ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ മുമ്പിൽ വെച്ച് ഈ വള്ളിച്ചൂരലിന് അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് നല്ല തല്ലാണ് ഞാൻ കൊടുക്കാറ് എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ കളിയാക്കിയാണ് സംസാരിക്കുന്നത്, സർല സംസാരിക്കുന്നതെന്ന് ലിഡിയ പോളിന് മനസ്സിലാവുകയാണ്. തുടർന്ന് നിങ്ങളെന്നെ കളിയാക്കുകയാണോ എന്നും പറഞ്ഞ് ചാടിയങ്ങ് എഴുന്നേൽക്കുകയാണ്. അന്നേരം ആ സെക്കൻഡിൽ തന്നെ ലിഡിയ പോളിൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. തുടർന്ന് മാഡം ആ ഫോണൊന്ന് എടുക്കണം എന്ന് പറയുമ്പോൾ ലിഡിയ പോൾ ഇങ്ങനെ ഫോൺ നോക്കുന്നുണ്ട്, എടുക്കുകയാണ്. തുടർന്ന് ശരി സാർ, ഒരു കുഴപ്പവും സംഭവിക്കില്ല, ഞാൻ ചെയ്തു കൊടുക്കാം എന്നൊക്കെ ഒരു പേടിയോടുകൂടി, ഏതോ മേലുദ്യോഗസ്ഥരാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. അന്നേരം പേടിയോടുകൂടി എല്ലാം സമ്മതിച്ച് എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് ലിഡിയ പോൾ അവിടെ സമ്മതിക്കുകയാണ്. തുടർന്ന് സുസ്മിത ഇതൊക്കെ എന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ. തുടർന്ന് ലിഡിയ പോൾ ആ നിൽപ്പിൽ തന്നെ മാഡം എന്നിങ്ങനെ സർലയെ വിളിക്കുകയാണ്. അന്നേരം ലിഡിയ പോൾ ഇരിക്കണം എന്ന് പറയുകയാണ്. ഈ സമയത്ത് സർലയാണെങ്കിൽ കാലും കയറ്റിയൊക്കെ ഇരിക്കുകയാണ്. തുടർന്ന് ലിഡിയ ഇരിക്കുന്നുണ്ട്. അന്നേരമാണ് പറയുന്നത്, എൻ്റെ മോള് എങ്ങനെയായി, ഇവൾ എങ്ങനെയായി എന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ് എന്നുള്ളൊരു മറുപടി മാത്രമേ ഉള്ളൂ. ചില സാഹചര്യങ്ങളിൽ ഇവൾ ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ ഇവൾ ഇങ്ങനെ തന്നെയാണ്, അതിപ്പോൾ മാറ്റാനൊന്നും പറ്റില്ല. പിന്നെ നിങ്ങൾ ഇരിക്കുന്നതും ഭരിക്കുന്നതും ഒക്കെ സെൻട്രൽ ജയിലിലാണ് എന്ന് ഓർമ്മിക്കണം. വേദോപദേശശാലയൊന്നും അല്ലല്ലോ നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ കുറ്റവാളികളെയും അവരുടെ രക്ഷിതാക്കളെയും ഒന്നും ഉപദേശിക്കാനുള്ള ഇതൊന്നും നിങ്ങൾക്കില്ല. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എൻ്റെ മകൾ ഇവിടെ സർവ്വസുഖങ്ങളോടും കൂടി വാഴണം. ഇവളെ അധിക കാലമൊന്നും ഞാനിവിടെ നിർത്താനായിട്ട് ഉപദേശിക്കുന്നില്ല എന്നിങ്ങനെ കസേരയിലിരുന്ന് ആടി പറയുകയാണ്. അന്നേരം ലിഡിയ പോൾ ആണെങ്കിൽ ആകെ പേടിച്ച മട്ടിലാണ്. എന്നിട്ടൊന്നും പറയുന്നുണ്ട്, അത് മാഡം ജയിലിലെ ചട്ടവട്ടങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഈ ലിഡിയ പോളിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അത് അയക്കുന്നത് ഈ സർല തന്നെയാണ്. സർല അന്നേരം ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫോണിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ആ മെസ്സേജ് വന്നിട്ടില്ല, അത് നോക്കണം, ചെക്ക് ചെയ്യണം എന്ന് പറയുകയാണ്. തുടർന്ന് ലിഡിയ പോൾ ഇങ്ങനെ ഫോൺ നോക്കുമ്പോൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം 10 ലക്ഷമോ എന്നിങ്ങനെ ലിഡിയ പോൾ ചോദിക്കുകയാണ്. അന്നേരം അത്രയും ഒക്കെ പണം ക്രെഡിറ്റ് ആയില്ലേ, അപ്പോൾ എൻ്റെ മോൾക്ക് സുഖസൗകര്യങ്ങളൊക്കെ ആകാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ എൻ്റെ മോളോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുന്നേൽക്കുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ അങ്ങ് കരയുകയാണ്. അമ്മയെന്നും പറഞ്ഞ് അങ്ങ് കരയുമ്പോൾ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് സർല മോളെ. അമ്മ എവിടെ ഉണ്ടെന്ന് നീ മറന്നു പോയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് അമ്മയെ ഞാനൊന്നും അറിയിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്നെ അറിയിക്കാമായിരുന്നു, അമ്മ പുറത്തുണ്ട്, അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താലും ഏത് ജോലിയും പാതി വഴിയിൽ ഇട്ട് തീർക്കാനാണോ അമ്മ നിന്നെ പഠിപ്പിച്ചത്, നീ തീർത്തു കളയണമായിരുന്നു അത് എന്നിങ്ങനെ പറയുമ്പോൾ ലിഡിയ പോൾ എല്ലാം കണ്ടും കേട്ടും ഇരിക്കണം. പക്ഷെ അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ, മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും ഇപ്പോൾ പൈസയും വാങ്ങിച്ചു, അപ്പോൾ പിന്നെ അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. തുടർന്നും അങ്ങ് മകളെ ഉപദേശിക്കുകയാണ്, നിന്നെ ഈ വേഷത്തിൽ ഞാൻ കൂടുതൽ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, പുറത്തിറങ്ങാനായിട്ട് നീ റെഡി ആയിക്കോ എന്ന് പറയുമ്പോൾ അമ്മ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞ് സുസ്മിത നിൽക്കുകയാണ്. അന്നേരം നീ ചെയ്തതൊക്കെ പിഴച്ചു പോയില്ലേ, ഇനി അമ്മ പുറത്തുണ്ടല്ലോ, അമ്മ എന്തായാലും തുടങ്ങി വെച്ചിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, തൽക്കാലം ഞാൻ ഇറങ്ങിയാണ്, മരിക്കേണ്ടി വന്നാലും നിന്റെ ശരിക്ക് വേണ്ടിയാണെങ്കിൽ അത് തന്നെ ചെയ്യണമെന്ന് അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. സുസ്മിത അങ്ങ് കരയുന്നുണ്ട്. തുടർന്ന് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അമ്മ ഇറങ്ങുകയാണ്. മോളെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാം എന്നുള്ള ഒരു ഉറപ്പൊക്കെ നൽകിയിട്ട് സർല അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് സെല്ലിലേക്ക് പോവാം എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. അതിനുമ്പേ സുസ്മിത ഇങ്ങനെ ഒരു നോട്ടം നോക്കുമ്പോൾ ലിഡിയ പോൾ അറിയാതെ എഴുന്നേറ്റ് പോവുകയാണ്. തുടർന്ന് സെല്ലിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ വേറൊരു കോൺസ്റ്റബിളിൻ്റെ കൂടെ സുസ്മിത അങ്ങ് കൊണ്ടുപോവുകയാണ്. തുടർന്ന് സെല്ലിൻ്റെ പുറത്ത് നിൽക്കുന്നതായിട്ടേ കാണിക്കുന്നുള്ളൂ, അകത്തേക്ക് കയറുന്ന കാണിക്കുന്നില്ല. തുടർന്ന് വേറൊരു കോൺസ്റ്റബിൾ വന്നിട്ട് ലിഡിയ പോളിനോട് മാഡത്തിനെ ആരാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ആ മിനിസ്റ്റർ തന്നെയല്ലേ മുന്നേ വിളിച്ച് ഇവൾക്ക് യാതൊരു പരിഗണനയും കൊടുക്കരുതെന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ അപ്പം മാറുന്നവരാണ്, ഇതിനൊക്കെ അനുഭവിക്കുന്നതോ നമ്മളും എന്നും പറഞ്ഞ് ലിഡിയ അപ്പോൾ ആകെ ദേഷ്യത്തിലാണ്. അന്നേരവും ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, നല്ല അമ്മ തന്നെ, അവർ ഇവളെ ഇറക്കിക്കൊണ്ട് പോകുമെന്ന്. അന്നേരം എത്രയും പെട്ടെന്ന് ഇറക്കിക്കൊണ്ട് പോകട്ടെ, നാശം നമ്മുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്നും പറഞ്ഞ് ആകെ കലിപ്പിൽ ലിഡിയ പോൾ നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ ശരി ഇങ്ങനെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നുണ്ട്, വേറെ ആരുമില്ല ഹോട്ടലിൽ. ഇതേസമയം രോഹിത് ബൈക്കിലെത്തുകയാണ്. അന്നേരം രോഹിത് ബൈക്കിൽ വന്ന് ഇറങ്ങുമ്പോൾ ശരിയെ കാണുന്നുണ്ട്. അന്നേരം വാ രോഹിത് എന്നിങ്ങനെ ശരിയെ വിളിക്കുകയാണ്. തുടർന്ന് രോഹിത് അങ്ങ് കുടുംബശ്രീ ഹോട്ടലിലേക്ക് അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് ഇതാണല്ലേ കുടുംബശ്രീ ഹോട്ടൽ എന്നിങ്ങനെ നോക്കുകയാണ്. തുടർന്ന് രോഹിത് എന്താ ഈ വഴിക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല, ഹോട്ടലിൽ വരുന്നവരോടൊക്കെ ഇങ്ങനെയാണോ ചോദിക്കുന്നതെന്നും പറഞ്ഞ് അവർ ചിരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. അന്നേരം ഞാൻ ആദ്യമായിട്ട് വരുന്നത് കൊണ്ടാണ്
ഇങ്ങനെ ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനിയും അമ്മയും ഒക്കെ ആയിട്ട് ഇത്ര അടുപ്പമൊക്കെ ഉണ്ടായിട്ട് രോഹിത് എന്തായി ഹോട്ടലിലേക്ക് ഇതുവരെ വരാതിരുന്നതെന്ന് ശാരിക ചോദിക്കുന്നുണ്ട്. അന്നേരം അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. സത്യാമ്മയുടെ വീട്ടിലേക്കൊന്നും ശാരികയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന്. അന്നേരം ഞാൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു, എല്ലാവരുമായിട്ട് സഹകരിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലൊക്കെ ആയിരുന്നപ്പോൾ എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ അതിനർത്ഥം ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല എന്നല്ലേ എന്നിങ്ങനെ രോഹിത് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശാരിക വിഷയം മാറ്റുകയാണ്. ഞാനൊരു ചായ എടുക്കട്ടെ ഇങ്ങനെ ചിരിച്ച് ചോദിക്കുമ്പോൾ ആവാമല്ലോ എന്ന് പറയുകയാണ്. തുടർന്ന് ശാരിക ഇങ്ങനെ ചായ എടുക്കാനായിട്ട് പോകുമ്പോൾ രോഹിത് കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. അമ്മമാരെ കൊണ്ട് പിന്നീട് ശല്യമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആരെ കൊണ്ടെന്ന് ചോദിക്കുകയാണ് ചായ എടുത്തുകൊണ്ടിരിക്കുന്ന ശാരിക. അന്നേരം ആ ബാലചന്ദ്രനോ കൂട്ടുകാരും എന്ന് പറയുമ്പോൾ ആരെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട് എന്ന് ചോദിച്ചാലും ഒരു പെണ്ണിനെ നോക്കാൻ പോലും വേറെ ആരും ധൈര്യപ്പെടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ശാരികയ്ക്ക് ഇതുവരെ ചോദിക്കാനും പറയാനും ആരും ഇല്ലായിരുന്നോ എന്നിങ്ങനെ രോഹിത് ചോദിക്കുകയാണ്. അതിനുശേഷം പെട്ടെന്ന് ശാരിക കൊണ്ടുവന്ന് ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. തുടർന്ന് പിന്നെ രോഹിത് ചോദിക്കുകയാണ് ശാരികയ്ക്കും രാജീവിനും ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന്. തുടർന്ന് ശാരിക മിണ്ടാൻ നിൽക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുകയാണ്. അന്നേരം സുസ്മിതയ്ക്കും രോഹിത്തിനും ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതാണോ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം എന്ന് രോഹിത് വീണ്ടും ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നേരെ അങ്ങ് തിരിച്ചിട്ടാൽ മതി, അപ്പോൾ എൻ്റെ രോഹിത്തിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും എന്ന് പറയുകയാണ്. നിങ്ങളാണെങ്കിൽ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചു, ഞങ്ങളാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു, അതും തെറ്റാണ് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല എന്നിങ്ങനെ രോഹിത് പറയുകയാണ്. അന്നേരം രോഹിത് ചായ ഒന്ന് കുടിച്ചു നോക്കുമെന്ന് പറയുകയാണ്. അന്നേരം രോഹിത് ചായ ഒരു പ്രാവശ്യം കുടിക്കുന്നുണ്ട്. അന്നേരം എങ്ങനെയുണ്ട് ചായ എന്ന് ചോദിക്കുമ്പോൾ കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, മനസ്സറിഞ്ഞ് ഉള്ള മറുപടി പറയണമെന്ന് പറയുമ്പോൾ രോഹിത് ഒന്നുകൂടി ചായ കുടിച്ച് നോക്കിയിട്ട് മധുരം അല്പം കുറവുള്ളതുപോലെ തോന്നുന്നു എന്ന് പറയുകയാണ്. അന്നേരം മധുരം കുറയാനും പാടില്ല, അധികമാകാനും പാടില്ല, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇടയ്ക്കുള്ള വഴിയാണ് നല്ലത്, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം രോഹിത്തിന് മനസ്സിലായല്ലോ എന്ന് പറയുകയാണ്. അന്നേരം നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് രോഹിത് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, സാഹചര്യങ്ങളും ജീവിതങ്ങളും ഒക്കെ എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തതാണെന്ന് പറഞ്ഞ് ശാരിക തിരിച്ച് സംസാരിക്കുകയാണ്. ഇതേസമയം രാജീവിനെ കാണാൻ പോയ ശാരദാമ്മ തിരികെ വരുന്നുണ്ട്. അന്നേരം മുറ്റത്ത് ബൈക്ക് ഇരിക്കുന്നത് ശാരദാമ്മ ശ്രദ്ധിക്കുകയാണ്. തുടർന്നാണ് അവരുടെ സംസാരം, ശാരദാമ്മ രോഹിത്തിൻ്റെയും ശാരികയുടെയും സംസാരം കേൾക്കുന്നുണ്ട്. തുടർന്ന് ശാരിക ചോദിക്കുകയാണ് ഡിവോഴ്സും കൊണ്ട് ആ പേപ്പറും കൊണ്ടുപോയിട്ട് എന്തായി, സുസ്മിത ഒപ്പിട്ടോ എന്ന്. അന്നേരം അല്പം മധുരം കഴിച്ചിട്ട് സംസാരിക്കാമെന്ന് പറയുകയാണ്. ഇവിടെ മധുരമായിട്ടുള്ള എന്തുണ്ടെന്ന് ചോദിക്കുകയാണ്. അന്നേരം കേക്കുണ്ട്, എടുക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് ശാരിക കേക്ക് എടുത്തൊരു പ്ലേറ്റിലേക്ക് വെച്ച് രോഹിത്തിനെ നീട്ടുകയാണ്. അന്നേരം ഒന്ന് ശാരികയും കഴിക്കുമെന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് വേണ്ടാന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ എല്ലാം ശ്രദ്ധിക്കുകയാണ്, മുറ്റത്ത് നിന്നവരുടെ സംസാരം. തുടർന്ന് ശാരികയും കൂടി കഴിക്കുക, എന്നാലേ പറയാൻ ഒരു രസമുള്ളൂ എന്ന് പറയുമ്പോൾ രോഹിത്തിൻ്റെ നിർബന്ധപ്രകാരം ഒരു കേക്ക് ശാരികയും എടുക്കുന്നുണ്ട്. തുടർന്ന് രണ്ടുപേരും കഴിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇനി പറയൂ എന്ന് പറയുകയാണ് ശാരിക. അന്നേരം ഒരു പ്രയോജനം ഉണ്ടായില്ല, അവൾ ഒപ്പിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതാണോ മധുരം തിന്ന് കഴിക്കേണ്ടതെന്ന് ശാരിക ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും ഇതുവരെ സംഭവിക്കാറില്ല, എല്ലാം പരാജയങ്ങൾ മാത്രമാണ്, അതൊക്കെ മധുരിക്കുമോ എന്നറിയാൻ വേണ്ടി ഞാനത് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ശാരീരികം വിഷമാവുകയാണ്. തുടർന്ന് രോഹിത് ചായ കുടിക്കുമെന്ന് പറയുമ്പോൾ വീണ്ടും രോഹിത് ചായ കുടിക്കുകയാണ്. അന്നേരം ഇപ്പോൾ മധുരം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് പാകം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് അങ്ങനെയാണ്, ചിലപ്പോൾ ചിലതൊക്കെ പരാജയപ്പെട്ടത് കൊണ്ട് മറ്റൊന്നും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാനായിട്ട് സാധിക്കും എന്ന് പറയുമ്പോൾ രോഹിത് ഇങ്ങനെ ശാരിയെ നോക്കുകയാണ്, ശാരിയെ നോക്കുന്നുണ്ട്, രോഹിത് ചായ കുടിക്കുന്നുണ്ട്, അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ശാരദാമ്മ അങ്ങ് അകത്തേക്ക് വരികയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് രോഹിത്തിനെ കാണുമ്പോൾ അങ്ങ് ചിരിക്കുകയാണ്. വാതിൽക്കൽ വന്ന് ശാരദാമ്മ നിൽക്കുന്നത് രോഹിത് കാണുന്നുണ്ട്. തുടർന്ന് ശാരീനെ വിളിച്ചുകൊണ്ട് ശാരദാമ്മ അങ്ങ് അകത്തേക്ക് കയറുകയാണ്. അന്നേരം രോഹിത് അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം മോൻ വന്നിട്ട് രോഹിത് എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശാരിയാണെങ്കിൽ അങ്ങ് മാറ്റുകയാണ്. ഇല്ല, രോഹിത് വന്നിട്ട് കുറേ നേരമായി, നമ്മൾ സംസാരിച്ചിരുന്നത് കൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല, നമ്മളെ ശല്യപ്പെടുത്താൻ ആരുമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശാരദാമ്മയെ നോക്കിയാണ്. ആ സംസാരത്തിൽ ശാരദാമ്മയ്ക്ക് എന്തോ ചെറുതായിട്ടൊരു സംശയം തോന്നുകയാണ്. തുടർന്ന് മോൻ എവിടെ പോയതാണെന്ന്, ഇതുവഴി പോയപ്പോൾ ഞാൻ ചായ കുടിക്കാൻ കയറിയെന്നേ ഉള്ളൂ എന്ന് രോഹിത് പറയുമ്പോൾ മോൻ എവിടെ പോയതാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയെ കാണാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ജയിലിലോ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അതെ, ഡിവോഴ്സ് പേപ്പർ ഒപ്പിടിക്കാനായിട്ട് കൊണ്ടുപോയതാണ് എന്ന് പറയുമ്പോൾ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം പുഴുവരിച്ച ബന്ധങ്ങളൊക്കെ എടുത്ത് ഉപേക്ഷിക്കുന്നതല്ലേ നല്ലതെന്ന് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് പേഴ്സിൽ നിന്നും പൈസ എടുക്കുകയാണ്. അന്നേരം കാശൊന്നും വേണ്ട രോഹിത് എന്നിങ്ങനെ ശാരിക പറയുകയാണ്. അതൊക്കെ ശാരദാമ്മ അങ്ങ് ശ്രദ്ധിക്കുകയാണ്. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 500 ഒരു നോട്ടെടുത്ത് മേശപ്പുറത്ത്
പുറത്തേക്ക് വെക്കുകയാണ്. പെട്ടെന്ന് ശാരികയാണെങ്കിൽ ആ രൂപ എടുത്തിട്ട് രോഹിത്തിൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് കയ്യിലേക്ക് വെച്ചിട്ട് കൈ അങ്ങ് മടക്കി കൊടുക്കുകയാണ്. എന്തായാലും ഇതെൻ്റെ ഹോട്ടലാണ്, ഞാനാണ് ഇവിടെ കാശ് വേണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. എന്തായാലും സുസ്മിതയ്ക്ക് ഇവിടെ കാര്യം പറഞ്ഞുള്ള മധുരം നമ്മൾ രണ്ടാളും പങ്കിട്ടതല്ലേ, അതുകൊണ്ട് ഇതിന് ക്യാഷ് വേണ്ട. പിന്നെ ഇന്ന് വഴിയിൽ വെച്ച് ചെയ്തു തന്ന ഉപകാരത്തിന് ഞാൻ എത്ര ക്യാഷ് എന്ത് തന്നാലാണ് മതിയാവുന്നത്? രോഹിത്തിന് ഇവരൊരു കടം കിടകട്ടെ എന്നൊക്കെ പറയുകയാണ്. അന്നേരം ശാരികയുടെ സംസാരത്തിലും ഭാഗത്തിലുമൊക്കെ രോഹിത്തും അങ്ങ് ശ്രദ്ധിക്കുകയാണ്, ശാരദാമ്മയെ ശ്രദ്ധിക്കുകയാണ്. രോഹിത്തിനൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, പക്ഷേ രോഹിത്തിനോട് എന്തോ ഒരു കൂടുതൽ അടുപ്പമുള്ളതുപോലെ ശാരദാമ്മയെ കാണിക്കാൻ വേണ്ടിയൊക്കെയാണ് ശാരിക അങ്ങനെയൊക്കെ പെരുമാറുന്നത്. തുടർന്ന് ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് രോഹിത് അങ്ങ് ഇറങ്ങുന്നുണ്ട്. തുടർന്നും രോഹിത് അങ്ങ് മുറ്റത്ത് ചെന്നിട്ട് ബൈക്കിൽ കയറി ഇരിക്കുമ്പോൾ ശാരിക അങ്ങ് പുറകെ ചെല്ലുകയാണ്. തുടർന്ന് ബൈക്കിലേക്ക് ഇരിക്കുന്ന രോഹിത് നോക്കുമ്പോൾ ശാരിക മുന്നിൽ നിൽക്കുകയാണ്. അന്നേരം ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയൊലിക്കുകയാണ്. ശാരിക നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. തുടർന്ന് രോഹിത് അങ്ങ് പോവുകയാണ്. അതേസമയം ശാരദാമ്മ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഹിത് പോകുന്നത് ഇങ്ങനെ ശാരിക നോക്കിയിരിക്കുമ്പോൾ പുറകെ വന്നിങ്ങനെ ചുമച്ച് കാണിക്കുകയാണ്. അന്നേരം അമ്മ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതേടി, പിന്നെ അമ്മ പിന്നെ അന്തരീക്ഷത്തിലേക്ക് അങ്ങ് മാഞ്ഞു പോകുമോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് അല്ല അമ്മ എന്താ വിശേഷിച്ച് ഹോട്ടലിലേക്കെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് കൂടി അറിയണമല്ലോ എന്ന് ചോദിക്കുകയാണ്. ഒരു പരിഹാസ രീതിയിലാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. എന്നിട്ട് അറിഞ്ഞോ എന്നിങ്ങനെ ശാരിക ചോദിക്കുമ്പോൾ അറിഞ്ഞോ, അതിൽ പ്രധാനം ഈ അമ്മയ്ക്ക് മാത്രം ഈ ഹോട്ടലിൽ കടം തരില്ല എന്നുള്ളതാണെന്ന്. അന്നേരം അതൊക്കെ ഹോട്ടൽ നടത്തുന്നവരുടെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ഇവിടെ എന്തായിരുന്നു മധുരം പങ്കിടലും വഴിയിൽ വെച്ചുള്ള കടം തീർക്കലും ഒക്കെ അത് എന്ന് പറഞ്ഞിട്ട് ശാരിക പറയുന്നുണ്ട്. അമ്മ അറിയാതെ മകളുടെ ജീവിതത്തിൽ ഇങ്ങനെയും കുറേ എപ്പിസോഡുകൾ നടക്കുന്നുണ്ട് എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു അറിവ് ഞാൻ നിനക്കായിട്ട് തരാം. നിന്റെ ഭർത്താവില്ലേ രാജീവ് പുതിയ കല്യാണ ആലോചനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതാണ് ഏറ്റവും പുതിയ എപ്പിസോഡ് എന്നിങ്ങനെ പറയുമ്പോൾ ശാരികയുടെ മുഖം ആദ്യം ഒന്ന് മാറുന്നുണ്ട്. പക്ഷെ പിന്നെ അങ്ങ് വീണ്ടും ധൈര്യമൊക്കെ സംഭരിച്ച് അങ്ങ് കളിയാക്കി പറയുകയാണ്. വിവരം തന്നതിന് നന്ദി. എന്തായാലും ഡിവോഴ്സ് പേപ്പർ ഇങ്ങോട്ട് കൊണ്ടുതരാൻ പറഞ്ഞാൽ മതി, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഞാൻ അങ്ങ് ഒപ്പിട്ട് കൊടുക്കാം. കണ്ണീരും കൈയുമായിട്ട് ഞാൻ സത്യാഗ്രഹം ഇരിക്കാനോ പട്ടിണി സമരത്തിനോ ഒന്നും പോകില്ല, അങ്ങ് ഒപ്പിട്ട് കൊടുത്തേക്കാം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശാരദാമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ശാരദാമ്മയെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അന്നേരം മകൾ അമ്മയെ കാണിക്കാൻ വേണ്ടി കുറേ ഒക്കെ അഭിനയിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഇതൊക്കെ ഇവിടം കൊണ്ട് നിർത്തിയാലും നിനക്ക് കൊള്ളാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരികയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അവൻ ഇതിനേക്കാൾ വലിയ കുളത്തിൽ നിന്നും കര കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവൻ എന്തിനാണ് ഈ പാതാള കുഴിയിലേക്ക് വീഴാൻ ശ്രമിക്കുന്നത്? കഷ്ടം തന്നെ എന്ന് പറയുന്നുണ്ട്. അത് രോഹിത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് ശാരികയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് കളിയാക്കിയിട്ട് ശാരദാമ്മ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് അങ്ങ് ഒറ്റയ്ക്ക് പോയിരിക്കുന്ന ശാരികയെ കാണിക്കുന്നുണ്ട്. വണ്ടി ഓടിച്ചു പോകുന്ന രോഹിത്തിനെ, കാർ ഓടിച്ചു പോകുന്ന രാജീവിനെ കാണിക്കുന്നുണ്ട്. അതേസമയം ഒരു ഹോട്ടലിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന യാമിനെയും കാണിക്കുന്നുണ്ട്. രാജീവിൻ്റെ ഫോട്ടോ നോക്കി ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിരിക്കുകയാണ്. പെണ്ണ് കാണാൻ വന്നപ്പോൾ ഇഷ്ടമായെന്ന് രാജീവ് പറഞ്ഞതുമൊക്കെ കാര്യങ്ങൾ ഓർത്ത് യാമിനെയും ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. വിഷമിച്ചിരിക്കുന്ന ശാരദാമ്മയും കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.